ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഡാറ്റാബേസ് എന്താണെന്നും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നും അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻസും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാറ്റ മോഡൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡാറ്റാബേസിനകത്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് ഓരോ ടേബിൾസ് ആയിട്ടാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഡാറ്റ മോഡലാണ് പഠിക്കാൻ പോകുന്നത്. ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കോൺസെപ്റ്റ്സ് that can be used to describe the structure of a database. അതായത് നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് പറയാം, ഇത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് നമ്മൾ കുറേ ടേബിൾസും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ എന്ന നിലയ്ക്ക് നമുക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതിന് പകരം നമ്മൾ സിംപ്ലി കുറച്ച് ടേബിൾസും അവയുടെ റിലേഷൻഷിപ്പും ഒക്കെ നമ്മൾ ഡയഗ്രാമാറ്റിക് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ മോഡൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഒരു ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് അറിയാം, ടേബിൾസ് ആയിട്ട് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഡാറ്റാസാണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവുക? സാധാരണ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു റോൾ നമ്പർ ഉണ്ടായിരിക്കും ഓരോ സ്റ്റുഡൻസിനും, അല്ലേ? അതുപോലെ സ്റ്റുഡൻസിൻ്റെ നെയിം സ്റ്റോർ ചെയ്ത് വെക്കണം, ഏജ് സ്റ്റോർ ചെയ്ത് വെക്കണം, അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പം അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ടേബിളിനകത്ത് ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഓരോ സ്റ്റുഡൻറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റായിട്ട് ഇതിലുള്ള ഓരോ ഡാറ്റേൻ്റെയും ടൈപ്പ് ഏതാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഡാറ്റ ടൈപ്പ് ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഇവിടെ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഏത് ടൈപ്പാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇത് സാധാരണ ഇൻറ്റീജർ ആയിട്ടാണ്. കാരണം ഓരോ റോൾ നമ്പർ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അത് ഇൻറ്റീജർ നമ്പേഴ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ നെയിം സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ക്യാരക്ടർ ടൈപ്പിലാണ് നമ്മൾ ഡാറ്റേനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഏജ്, ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നോ അതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഇൻറ്റീജർ ആണോ ക്യാരക്ടർ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ്, ഇപ്പം ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പം റോൾ നമ്പറിനകത്ത് ഒരു ക്യാരക്ടർ ടൈപ്പോ അങ്ങനെയൊന്നും നമ്മൾ സാധാരണ കേസിൽ ഇൻറ്റീജറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡാറ്റാസ്, ഇപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ടേബിളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടേബിളുണ്ട്. ഓരോ സ്റ്റുഡൻസും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളും ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വേണം. അത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡാറ്റ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഡാറ്റ കൺസ്ട്രെയിൻസും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഡാറ്റ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ
റോൾ നമ്പർ എടുക്കാം. ഇതിൽ ഓരോ കുട്ടിക്കും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റോൾ നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോൾ നമ്പർ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 15 റോൾ നമ്പർ ആയിട്ടുള്ള കുട്ടീൻ്റെ പേരും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടണം. ഓരോ കുട്ടിക്കും ഒരു റോൾ നമ്പർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതൊരിക്കലും എംപ്റ്റി ആവാൻ പാടില്ല. അങ്ങനെയുള്ള ചില കണ്ടീഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. റോൾ നമ്പർ ഒരിക്കലും എംപ്റ്റി ആവരുത്, നള്ളായി വെക്കരുത് എന്നുള്ള കണ്ടീഷൻസ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ പാസ് ഓർ ഫെയിലൊക്കെ സെറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു കുട്ടിക്ക് 40 എബോ ഉണ്ടെങ്കിൽ പാസ്, അല്ലെങ്കിൽ 40-നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. സം റൂൾസ് ആണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് ഒക്കെയാണ് ഈ ഡാറ്റ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് കാറ്റഗറീസ് ഓഫ് ഡാറ്റ മോഡൽ. ഇതിനകത്ത് 3 ടൈപ്പാണുള്ളത്. ഡാറ്റ മോഡലിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. 3 ലെവൽസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹൈ ലെവൽ ഓർ കൺസെപ്ഷ്യൽ ലെവൽ. രണ്ടാമത്തത് റെപ്രസെൻറ്റേഷണൽ or implementation level. Implementation data model. അതുപോലെ ലോ ലെവൽ or physical data model. ഇതൊരു ഡാറ്റാബേസിൻ്റെ കേസിലാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കേസിൽ ഈ ഓരോ ലെവൽസ് എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കണം. നിങ്ങൾക്കൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പം വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് നമുക്കൊരു വീട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നാളെ തന്നെ പോയി ഇതിനുള്ള ആൾക്കാരൊക്കെ കൂട്ടി വന്ന് തറ കെട്ടി വീട് അങ്ങനെ പൊക്കിയെടുക്കുമോ? ഇല്ലല്ലോ. അതിന് അതിൻ്റേതായ കുറച്ച് സ്റ്റേജസ് കടന്നിട്ട് തന്നെ നമ്മൾ വീട് കെട്ടിപ്പൊക്കിയെടുക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ വരയ്ക്കും. നമ്മളെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് എത്ര റൂംസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് റഫായിട്ടൊരു പ്ലാൻ വരയ്ക്കും. അതിനുശേഷം നമ്മളെ യൂസർ റിക്വയർമെൻ്റ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ഒരു 3D എഫക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ എക്സ്പേർട്ടിനെ കൊണ്ട് ഒരു 3D ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യും. അതിനുശേഷം നമ്മളെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഈ 3D എഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഇനി അഡീഷണൽ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സ്പേർട്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ബിൽഡിങ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇതേ ഒരു സ്റ്റേജ് തന്നെയാണ് നമ്മൾ ഡാറ്റ മോഡലിലുള്ള ഈ 3 ഡിഫറെൻറ്റ് സ്റ്റേജസും എടുക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ പറയാണ്. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ഒരു ഇംപ്ലിമെൻറ്റേഷൻ മോഡലിലാണ് നമ്മൾ ഏതൊക്കെ ടേബിൾസ്, ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോളേജിന് നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ലെവൽ ഓഫ് ടേബിൾസ് വേണം. അപ്പോൾ സ്റ്റുഡൻറ്റിനൊരു സെപ്പറേറ്റ് ടേബിൾ വേണം, ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടേബിൾ വേണം, അതുപോലെ നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടേബിൾ വേണം. അങ്ങനെയുള്ള രീതിയിൽ എത്ര ടേബിൾസ് വേണം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡലിനകത്താണ് പറയുന്നത്. പിന്നെ ഹൈ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ലെവലിൽ നമ്മൾ ഇതിനെ ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇതിൽ ഈ ഓരോ ടേബിളിനകത്ത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേണം, ആട്രിബ്യൂട്ട്സ് എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ
ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡലിൽ ഇത്രയും തന്നിട്ടുള്ള ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെ അതിനെ ഒരു മെമ്മറിക്കകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫിസിക്കൽ ഡാറ്റ മോഡലിനകത്തൊക്കെ പറയുന്നത്. നമുക്ക് ഓരോ ലെവലും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ഹൈ ലെവൽ or conceptual data model. കൺസെപ്ച്വൽ ഡാറ്റ മോഡലിനകത്താണ് നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് ഡാറ്റേനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡാറ്റേനെ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ഡാറ്റ മോഡലിലാണ്. നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയണ്ട, ജസ്റ്റ് നമ്മൾ യൂസർ കൊടുക്കുന്ന എല്ലാതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ. ഇതിൽ കുറേ ടേംസ് പറയുന്നുണ്ട്, പുതിയ കുറച്ച് കോൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് entity, attribute, relationship, entity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡ് ഒബ്ജക്ട്സിനെയാണ് entity എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ നമ്മുടെ കോളേജിൻ്റെ ഡാറ്റാബേസിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഡാറ്റ സ്റ്റോർ ചെയ്യാമെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എൻറ്റിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റുഡൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അതും ഒരു അനദർ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എൻറ്റിറ്റീനെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റീനെ എടുക്കുന്ന സമയത്ത് ആ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസ്, കാരണം സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ഏജ്, ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ, അതായത് എൻറ്റിറ്റീൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ്. എൻറ്റിറ്റീൻ്റെ പ്രോപ്പർട്ടീനെ ആണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം നെയിം, സ്റ്റുഡൻറ്റിൻ്റെ കേസിലാണ്, സ്റ്റുഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ നെയിം, ഏജ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ID, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഓരോ എൻറ്റിറ്റീൻ്റെയും പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 more എൻറ്റിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്, അതുപോലെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കുന്നു, സ്റ്റഡി ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റിറ്റി, പ്രൊജക്റ്റ് വേറൊരു എൻറ്റിറ്റിയാണ്. ഈ ഒരു എംപ്ലോയി, ഇത് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിനകത്തുള്ള ഓരോ എംപ്ലോയീസും ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വർക്ക് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം.
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ പറയുന്നത്. ഇപ്പോൾ കോമൺലി യൂസ്ഡ് കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ER മോഡലാണ്. അതായത് ER മീൻസ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ. ഈ ER മോഡലിനെ കുറിച്ചിട്ടും ഈ എൻറ്റിറ്റി എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. സോ ഇപ്പം ഈ വേർഡ്സ് ഒക്കെ കേട്ടിട്ട് ടെൻഷൻ ആവണ്ട, നെക്സ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നതാണ് റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ മോഡ്. ഈ റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ മോഡലിനകത്ത് നമ്മൾ ഏതൊക്കെ ടേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ടാബുലാറായിട്ട് റെക്കോർഡായിട്ട് ഓരോ റെക്കോർഡായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റെക്കോർഡ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഡാറ്റാസിനെ ഡിഫൈൻ ചെയ്യുന്നത്. റെക്കോർഡ് ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ഡാറ്റ മോഡലിനകത്ത് ഓരോ എൻറ്റിറ്റീസ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇവിടെ ആ എൻറ്റിറ്റീസിനൊക്കെ ഓരോ ടേബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ ടേബിൾസ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഫസ്റ്റ് എൻറ്റിറ്റി ഹൈ ലെവലിൽ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റേഷനിൽ അത് ടേബിളായിട്ട് കൺസിഡർ ചെയ്യും. ഈ ഹൈ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് സ്റ്റുഡൻറ്റിൻ്റെ നെയിം കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഓരോ കോളത്തിനകത്തായിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഇവിടെ നെയിം, ഏജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള ഡീറ്റെയിൽസൊക്കെ, അതായത് ഓരോ ആട്രിബ്യൂട്ട്സിന് നമ്മൾ കോളത്തിനകത്തേക്കായിരിക്കും സേവ് ചെയ്ത് വെക്കുക. പിന്നെ കോമൺലി യൂസ് ചെയ്യുന്ന റിലേഷൻ മോഡൽ റെപ്രസെൻറ്റേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റ മോഡലാണ്. റിലേഷണൽ ഡാറ്റ മോഡലാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിൾസിലായിട്ടായിരിക്കും നമ്മൾ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ടേബിൾസിനെയാണ് നമ്മൾ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻ ഡാറ്റ മോഡലിൽ ഓരോ ടേബിൾസിനെയും റിലേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ മുന്നേയുള്ള കാലങ്ങളിൽ നമ്മൾ നെറ്റ്വർക്ക് ഡാറ്റ മോഡലും അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലും ഒക്കെ യൂസ് ചെയ്തെന്ന്. ഈ ഇതിൽ റിലേഷൻ ഡാറ്റ മോഡൽ പറയുന്ന സമയത്ത് നെറ്റ്വർക്ക് ഡാറ്റ മോഡലും ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലും ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ നെക്സ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഡാറ്റ മോഡലും പഠിക്കുന്നുണ്ട്. ER മോഡൽ അതുപോലെ തന്നെ റിലേഷണൽ ഡാറ്റ മോഡൽ ഒക്കെ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു തരാം. ഇനി പറയുന്നതാണ് ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ. ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡലിൽ എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയത്തിനകത്ത് ഈ ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നാണ് കാണിക്കുന്നത്. അതായത് സാധാരണ കേസിൽ അറേസ് ആയിട്ടാണല്ലോ നമ്മൾ ടേബിളിനകത്ത് ഇന്റേണൽ സ്റ്റോറേജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് കയ്യിലുള്ളത് ടേബിൾസ് ആയിരിക്കും ഡാറ്റ ഉണ്ടായിരിക്കുക. അതായത് ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ ടേബിൾസ് ആയിട്ടായിരിക്കും നമുക്ക് ഡാറ്റ ഉള്ളത്.
അപ്പം അതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഇന്റേണൽ സ്റ്റോറേജിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡലിനകത്താണ് പറയുന്നത്. പിന്നെ ഇത് എക്സ്പേർട്സ് ആണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഡയഗ്രാമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു യൂസർ എന്ന നിലയ്ക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എക്സ്പേർട്സ് ആണ് ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡലിംഗ് ഒക്കെ നടത്തുന്നത്. അതായത് ഇതിനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലോ ലെവലിൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഡാറ്റ മോഡൽസ് തന്നെ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളെ കുറേയൊക്കെ ഡൗട്ട് ആ മൊഡ്യൂളിലാണ് ക്ലിയർ ആവുക. എന്താണ് ആട്രിബ്യൂട്ട്, എന്താണ് റിലേഷൻ, എന്താണ് എൻറ്റിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ക്ലിയർ ചെയ്യാം. ഇപ്പം ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രോ മാത്രമാണ് ഇതിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ജസ്റ്റ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ അതിൽ നിങ്ങളെ ബുക്കിനകത്ത് ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.